ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഏലാഞ്ചിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് വെള്ളവും 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ബാറ്ററിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഏലാഞ്ചിക്ക് വേണ്ട ബാറ്റർ ഇവിടെ തയ്യാറായി. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ദോശയ്ക്കും അപ്പത്തിനുമൊക്കെയുള്ള മാവിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനും ആവശ്യമായിട്ടുള്ളത്. ഇനി ഏലാഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൻ നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിങ്ങ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി യോജിച്ചു വരുമ്പോൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്സിന് നല്ലൊരു സ്വാദ് കിട്ടാനായി 2 ഏലക്ക പൊട്ടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഫില്ലിങ്സ് എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഏലാഞ്ചി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ദോശ ഒന്ന് ചുട്ടെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. ദോശയുടെ ഒരു വശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ തന്നെ കോരിയൊഴിച്ച് ഓരോന്നായി ചുട്ടെടുക്കാം. നമുക്ക് ഏലാഞ്ചി ഓരോന്നായി ചുറ്റിയെടുക്കാം. അതിനായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശയുടെ ഒരു അറ്റത്തേക്ക് വെച്ചു കൊടുക്കണം. ഫില്ലിങ്സ് നടുക്ക് വെച്ചു കൊടുക്കരുത്, അറ്റത്തേക്ക് വെച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ടൈറ്റായിട്ട് ചുറ്റിയെടുക്കുക. 2 സൈഡിൽ നിന്നും അകത്തേക്ക് മടക്കി ചുറ്റിയെടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ളവയും തയ്യാറാക്കിയെടുക്കാം. ഏലാഞ്ചി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി ഒരു ഈസി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.